ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും മോറൽ ടെക്കിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്, നമ്മളൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ്. കേരളം മൊത്തത്തിൽ ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ തെരഞ്ഞെടുപ്പ് ചൂടും നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രചരണങ്ങൾ പുറത്തിറങ്ങുന്നതിന് പകരം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ അതിലൂടെയാണ് പ്രചരണം നടത്തുന്നത്. അതിനാവശ്യമായ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. അഥവാ നമ്മുടെ പാർട്ടി പോസ്റ്ററുകളും ബാനറുകളും അതേപോലെ തന്നെ പ്രൊഫൈൽ പിക്ചറൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷൻ, മികച്ച ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തി മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മലയാളം ട്രോൾ മേക്കർ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലൊരു ഇന്റർഫേസ് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും താഴെയുള്ള ക്രിയേറ്റ് യുവർ പാർട്ടി പോസ്റ്റർ എന്നുള്ള ഭാഗം കാണാൻ പറ്റും. ഏറ്റവും താഴെ കാണുന്ന ഈ ഭാഗം ഇവിടെയാണ് പുതിയ അപ്ഡേഷനായി കാണുന്നത് ഈ ആപ്ലിക്കേഷനിൽ. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഏറ്റവും താഴെയുള്ള ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ ചൂസ് ബ്ലാങ്ക് ലേഔട്ട് എന്നുള്ളതിൽ നിന്ന് ആദ്യത്തെ ലേഔട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള ലേഔട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിലേക്ക് നമ്മുടെ ഇമേജുകളും പോസ്റ്ററുകളും അതേപോലെ തന്നെ പാർട്ടി പോസ്റ്ററുകളും ക്ലിപ്പ് ആർട്സുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു പാർട്ടിയുടെ പിക്ചർ, നമ്മുടെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന രീതിയിലുള്ള പോസ്റ്റർ ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതിനുശേഷം ഏറ്റവും താഴെയുള്ള ന്യൂ ലെയർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ ആഡ് ടെക്സ്റ്റ് എന്നുള്ളത് കാണാം. അതിനുശേഷം ആഡ് ഇമേജ്, ആഡ് കോഡ്സ്, പിന്നെ അതേപോലെ തന്നെ പല ഓപ്ഷനുകൾ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ ക്ലിപ്പ് ആർട്സ് എന്നുള്ള ഭാഗം നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഏറ്റവും മുകളിലായി BJP, INC, LDF ഇത് ഡൗൺലോഡ് ചെയ്യണം. ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കൊണ്ട് ഇവിടെ എല്ലാം സേവ് ആണ്. എല്ലാ പാർട്ടികളുടെയും പോസ്റ്ററുകൾ ഇവിടെ സേവ് ആണ്. ക്ലിപ്പ് ആർട്സ് എന്നുള്ളിടത്ത് INCൻ്റെത് ഇവിടെ ഉണ്ടാകും, കോൺഗ്രസിൻ്റെതുണ്ട്. അതേപോലെ തന്നെ ക്ലിപ്പ് ആർട്സ് എടുത്താൽ LDFൻ്റെയും കുറേ പോസ്റ്ററുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. വിജയിപ്പിക്കുക എന്നുള്ള പല പോസ്റ്ററും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മുടെ ഫോട്ടോ വെച്ചൊരു പോസ്റ്റർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ആദ്യമായി നമുക്ക് ആഡ് ഇമേജ് എന്നെടുത്ത് നമ്മളൊരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഇതിനെ സൈസ് വലുതാക്കാൻ പറ്റും. ഈ ഭാഗം പ്രസ് ചെയ്താൽ നമുക്ക് സൈസ് വലുതാക്കാൻ പറ്റുന്നുണ്ട്. ഏറ്റവും മുകളിലുള്ള 3 ലൈൻ ഫോട്ടോ ക്ലിക്ക് ചെയ്തതിനു ശേഷം കാണുന്ന 3 ലൈൻ ഭാഗം ഇവിടെ പല ഓപ്ഷൻ നമുക്ക് കാണാം. ബ്രിങ് ടു ഫ്രണ്ട്, സെൻഡ് ടു ബാക്ക്, യൂസ് ഫുൾ വിഡ്ത്ത്, യൂസ് ഫുൾ ഹൈറ്റ്, അങ്ങനെ പല ഓപ്ഷനും ഇവിടെ കാണുന്നുണ്ട്. എഡിറ്റിംഗ് ഓപ്ഷനുകളാണ് ഇതെല്ലാം. ഓക്കെ, ഇത് ആവശ്യം പോലെ ഉപയോഗിക്കാം. അതിനുശേഷം ക്ലിപ്പ് ആർട്ട് എന്നുള്ള ഭാഗം വീണ്ടും നമ്മൾ ന്യൂ ലെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് വലിച്ചു കൊടുത്താലും മതി. ക്ലിപ്പ് ആർട്സ് എന്നുള്ള ഭാഗത്ത് നിന്നും നമുക്ക് ആവശ്യമുള്ള പാർട്ടി LDF ആണെങ്കിൽ, INC ആണെങ്കിൽ, BJP ആണെങ്കിൽ, ഏത് പാർട്ടിയാണോ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലിപ്പാർട്ട് PNG ഫയലാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോട്ടോക്ക് ഒപ്പിച്ചു വെക്കുക എന്നുള്ളതാണ്. ഏറ്റവും ചെറിയ സൈസിലാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, നമ്മളതിനെ സൈസ് വലുതാക്കി കൊടുക്കുകയാണ്. ഈ രീതിയിൽ നമുക്ക് സൈസ് വലുതാക്കാനും പറ്റും, ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. പക്ഷെ നമ്മുടെ നേരത്തെയുള്ള ഇമേജ് ഇതിന്റെ അടിഭാഗത്താണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഇമേജ് ഇപ്പൊ എടുത്ത ക്ലിപ്പാർട്ട് ഏറ്റവും താഴെ കാണുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ ഏറ്റവും മുകളിലുള്ള 3 ലൈൻ ഓപ്ഷൻ, ഈ ഓപ്ഷന് ക്ലിക്ക് ചെയ്താൽ മതിയാകും. അവിടെ സെൻഡ് ടു ബാക്ക് എന്നുള്ളത്, അഥവാ ഈ ക്ലിപ്പാർട്ടിനെ എന്റെ ഫോട്ടോയെക്കാളും ബാക്കിൽ കൊണ്ടുപോയി വെക്കണം എന്നുള്ളതാണ്. അതിന് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ സമയത്ത് എന്റെ ഫോട്ടോ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ വന്നതായി കാണാം നമുക്ക്. ഓക്കെ, അതിനുശേഷം ഇത് നമുക്ക് സൈസ് കൂട്ടി കൊടുക്കാം. അത്ര തന്നെ സൈസിൽ വെച്ചു കൊടുത്ത് ഇതിനെ രണ്ടാമതും നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന 3 ലൈൻ അല്ലെങ്കിൽ ഇവിടെ ഓപ്ഷൻ എന്നുള്ള ഭാഗമുണ്ട്, ഇത് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സെൻഡ് ടു ബാക്ക് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ നല്ലൊരു സെറ്റപ്പ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. എന്റെ വോട്ട് സർ പിണറായി വിജയൻ എന്നുള്ള ഒരു ഓപ്ഷനാണ്.
ഓക്കെ, ഇതേപോലെ തന്നെ എല്ലാ പാർട്ടികളുടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനുശേഷം ഇതിന്റെ സൈസ്, ഇപ്പോൾ ഇവിടെ വരെയാണ് സൈസ് ഉള്ളത്. ഈ സൈസ് ചെറുതാക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ കാണുന്ന സൈസ് ഭാഗം ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സൈസ് ഹൈറ്റ് വേറെ കാണാൻ പറ്റുന്നുണ്ട്, വിഡ്ത്ത് വേറെ, പിന്നെ സാധാരണ ആവശ്യത്തിനുള്ള സെറ്റപ്പും ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ഹൈറ്റ് കുറക്കലാണ്, വിഡ്ത്തിന്റെ ആവശ്യമില്ല. ഹൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ കാണുന്നതായി കാണാം സൈസ് കുറയുന്നതായിട്ട് മുകളിലേക്ക്. അതിന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സൈസ് കുറക്കാം. ഓക്കെ, ഒന്നുകൂടി മുകളിലേക്ക്. ഓക്കെ, അപ്പൊ നല്ല രീതിയിലുള്ള ഒരു പോസ്റ്റർ ആയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഏകദേശം ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു പോസ്റ്ററായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത്? ഇതിന് ഗിഫായി ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ സേവ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ HD ക്ലാരിറ്റിയിലും നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ സേവ് എസ് ഇമേജ് സാധാരണ ഒരു ഇമേജുമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇതിപ്പോൾ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാകും. രണ്ടാമതായി വീണ്ടും ഒരു പാർട്ടി പോസ്റ്റർ ഞാൻ ഉണ്ടാക്കുകയാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കാം. ബ്ലാങ്ക് സെറ്റിംഗ്സ് എടുത്തു. അതിനുശേഷം ഇവിടെയുള്ള ലെയർ ഈ ഭാഗം ഒന്ന് വലിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ താഴെയുള്ള ന്യൂ ലെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താലും മതി. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫോട്ടോ എടുക്കുകയാണ്. നേരത്തെ ഞാൻ സേവ് ചെയ്ത ഇമേജ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, രണ്ടാമത് ഈ ഫോട്ടോ എടുത്തു. ഇതിന്റെ സൈസ് വലുതാക്കി ഞാൻ വെച്ചു. അതിനുശേഷം വീണ്ടും ലെയർ എടുത്തു, ക്ലിപ്പാർട്ട് ക്ലിക്ക് ചെയ്യുകയാണ്. ഇതിനൊരു കോൺഗ്രസിന്റെ ഫോട്ടോ എടുത്ത് വെക്കാം. നമുക്കിതിൽ ഏത് ആവശ്യമുള്ള പോസ്റ്ററാണ് ആവശ്യമുള്ളത് അത് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, സപ്പോർട്ട് ഫോർ കോൺഗ്രസ് എന്നുള്ള PNG ഫയലാണ്. ഈ ഫയൽ ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇതിന്റെ സൈസ് നമുക്കിവിടെ കാണാം കുറച്ച് സൈസ് കുറവായിട്ടാണ്. ഇതിന് നമുക്ക് ക്രോപ്പ് ചെയ്താൽ ഇവിടെ കാണുന്ന ക്രോപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സൈസ് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം സൈസ് നമുക്ക് ഇവിടെ കുറക്കാൻ പറ്റും. ഈ ആപ്ലിക്കേഷൻ പലവിധ ഡിസൈനുകളും നമുക്ക് ധാരാളം ഡിസൈനുകൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെയൊക്കെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഞാൻ സമയമനുസരിച്ച് പഠിപ്പിച്ചു തരും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇലക്ഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പ് നമുക്ക് കാണിച്ചു തരുന്നത്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ, എന്റെ വോട്ട് എന്നുള്ള ടൈപ്പ് ചെയ്യണമെങ്കിൽ ആഡ് ടെക്സ്റ്റ് കാണാം. ഇവിടെ മലയാളം എന്നുള്ളതുണ്ട്, ഇംഗ്ലീഷ് എന്നുള്ള ഭാഗം നമുക്ക് കാണാൻ പറ്റും. ആഡ് ടെക്സ്റ്റ് എന്നെടുത്ത് മലയാളം, ഇംഗ്ലീഷ്. നമുക്കിപ്പോൾ മലയാളമാണ് വേണ്ടത്. മലയാളം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. എന്റെ വോട്ട് എന്നുള്ളതാണ്. അതിനുശേഷം ഏറ്റവും മുകളിലുള്ള ഡൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഇതിന്റെ ഫോണ്ടിന്റെ കളറുകൾ മാറ്റാം, അതേപോലെ തന്നെ ഫോണ്ട് സ്റ്റൈലും മാറ്റാം. എല്ലാ ഓപ്ഷനുകളും ഇവിടെയുണ്ട്. അതിനായി ഫോണ്ട് ഫാമിലി എന്ന ഫോണ്ട് സ്റ്റൈൽ എന്നുള്ള ഭാഗം നമുക്ക് ക്ലിക്ക് ചെയ്താൽ, താഴെ കാണുന്ന ഫോണ്ട് ഫാമിലി എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഏറ്റവും മുകളിൽ ടെക്സ്റ്റ് കളർ നമുക്ക് മാറ്റാം. ഏതാണ് ആവശ്യമുള്ളത്? ഞാൻ തൽക്കാലത്തിന് വെള്ള കൊടുക്കുകയാണ്. ഓക്കെ, കൊടുത്ത കളർ. ഇനി അതിനുശേഷം അതേ ഫോണ്ട് സ്റ്റൈൽ എടുത്തതിനു ശേഷം രണ്ടാമതായി ഫോണ്ട് ഫാമിലി എന്നുള്ളത് കണ്ടാൽ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെറ്റ് ഓൺ ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ കാണിക്കും. ഞാനിപ്പോൾ നെറ്റ് ഓഫ് ചെയ്തിട്ടുള്ളതാണ്. ഇഷ്ടമുള്ള യൂണിക്കോഡും അല്ലാത്തതുമായ കുറെ ഫോണ്ടുകൾ, മലയാളത്തിലെ ഫോണ്ടുകൾ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇൻബിൽട്ട് എന്നെടുത്തുള്ളത് ഓൾറെഡി ഉള്ള യൂണിക്കോഡ് ഫോണ്ടുകളും മറ്റുള്ള ഫോണ്ടുകളൊക്കെ ഇവിടെയുണ്ട്. ഓക്കെ, ഇൻബിൽട്ട് എന്നുള്ളത് ഇവിടെ എനിക്ക് കാണാം. രണ്ടാമത്തേത് ഏറ്റവും കൂടുതൽ ആൾ ഉപയോഗിക്കുന്ന ഒരു ഫോണ്ട് തന്നെയാണ്. ഈ ഫോണ്ട് ഉപയോഗിച്ച് ഓക്കെ ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റും. ഇനി ഇതിനുശേഷം ഇതിലേക്ക് ഷാഡോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, നിഴൽ കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, താഴെ കാണുന്ന ഷാഡോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ആദ്യത്തെ ഭാഗം പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ ചെറിയൊരു മാറ്റം വരുന്നതായി. എന്നിട്ട് രണ്ടാമത്തിന് ചെറിയൊരു മാറ്റം കൊടുക്കുക. ഓക്കെ ഓക്കെ ഷാഡോ വന്നു. ഇപ്പോൾ ഒന്നുകൂടി മട്ടത്തിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്റെ വോട്ട് എന്നുള്ളത്. ഇനി ഇതിന്റെ ഫോണ്ട് കളർ നമുക്ക് വേണമെങ്കിൽ മഞ്ഞ കളറാക്കുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഏതാണോ കളർ ആവശ്യം അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നല്ലൊരു സെറ്റപ്പാണ്. വേണ്ട അക്ഷരങ്ങൾ ഫോണ്ടുകൾ എഴുതി ഈ രീതിയിൽ സെറ്റപ്പ് ചെയ്യുക. ഇത് ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടണമെന്നില്ല. 2-3 പ്രാവശ്യം ഈ വീഡിയോ കണ്ട് ഇതുപോലെ തന്നെ ട്രൈ ചെയ്താൽ സൂപ്പർ
പ്രൊഫൈൽ പിക്ചറും എന്താണ് നിങ്ങൾക്ക് പോസ്റ്റർ ആവശ്യമുള്ളത് അതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ രീതിയിലുള്ള നല്ല സെറ്റപ്പാണ്. ഇനിയിപ്പോ 2 പാർട്ടിന്റെ ചെയ്ത് 3ാമത്തെ ഒരു പാർട്ടി മാത്രം ബാക്കിയുള്ളതുകൊണ്ട് നിങ്ങളാരും അതിലെ ചെയ്തിട്ടില്ല എന്ന് വിഷമിക്കരുത്. ഓക്കെ, അത് നമുക്ക് ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ക്ലിപ്പാർട്ട് തിരഞ്ഞെടുത്ത് BJPയുടെ ബാക്കിയുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ധാരാളം കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഐ സപ്പോർട്ട് BJP, ഐ ലവ് ഇന്ത്യ എന്നുള്ള ഈ ഭാഗം. ഇത് നമുക്ക് സൈസ് കൂട്ടുന്ന ഈ ഓപ്ഷൻ നമുക്ക് കാണാൻ ശ്രദ്ധിക്കുന്നുണ്ടാകും. ഇത് ഉപയോഗിച്ചാണ് ആദ്യം ഇമേജിന് ക്ലിക്ക് സെലക്ട് ആക്കണം, അതിനുശേഷം ഇതുകൊണ്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ ഭാഗം വലിക്കാം, ഈ ഭാഗം കൊണ്ടും നമുക്ക് സൈസ് കൂട്ടാൻ പറ്റും. ഓക്കെ, അതിനുശേഷം താഴെയുള്ള സൈസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഇതിന്റെ സൈസ് കുറക്കാൻ പറ്റും. ഓക്കെ, അഡ്ജസ്റ്റ് ആയി വെക്കാം. അപ്പോൾ ഏത് പാർട്ടിയുടേതാണെങ്കിലും നമ്മുടെ ഫോട്ടോ വെക്കാം. ഇവിടെ വേണ്ട അക്ഷരങ്ങൾ ഫോണ്ടുകൾ വേണ്ട ഡിസൈനുകൾ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇതിനേക്കാൾ കൂടുതൽ ഫോണ്ട് അക്ഷരങ്ങൾ നമുക്ക് ഇവിടെ സൈസ് ഇവിടെ ധാരാളം ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഫോണ്ട് സ്റ്റൈൽ തന്നെ സൈസ് കൂട്ടാൻ ഇവിടെ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും സൈസ് കൂട്ടുന്നുള്ളത്. അതേപോലെ തന്നെ സ്ട്രോക്ക് കൊടുക്കാം. ബ്ലാക്ക് ആണെങ്കിൽ ഇവിടെ കളറിന്റെ സ്ട്രോക്ക് കളർ കാണുന്നുണ്ട്. ചുവപ്പാണെങ്കിൽ ചുവപ്പ് സ്ട്രോക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാ സെറ്റപ്പും കുറെ യൂട്യൂബ് ചാനൽ ആൾക്കാരൊക്കെ ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചാണ്. തമ്പനയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പല ഓപ്ഷനുകളും ഇതിൽ നമുക്ക് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ആപ്ലിക്കേഷനാണ് മലയാളം ട്രോൾ മേക്കർ. ഇത് പ്ലേ സ്റ്റോറിലുണ്ട്. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് താഴെയുള്ള ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുത്ത് അവർക്കും ഇതുപോലെ വിവരങ്ങൾ അറിയിച്ചു കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, താങ്ക്സ്.